രക്ഷപ്പെടാവുന്ന വല്ല ധാരണ നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട. നരേന്ദ്രേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ഫോളോ ചെയ്യുന്നേ? നിന്റെ അച്ഛനും അമ്മ അനിയത്തിയും നിന്നോടൊപ്പം ഉണ്ടല്ലേ? ഇല്ല, അവരാരും എന്റെ ഒപ്പം ഇല്ല. അച്ഛൻ മാത്രം വല്ലപ്പോഴും എന്നെ വിളിക്കുക എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടത് മണിമാല. സത്യം പറ, അതാരുടെ കയ്യില? നിന്റെ കയ്യിലല്ലേ? നിന്റെ കയ്യിൽ കൊണ്ട് തന്നില്ലേ അവര്? അയ്യോ ഇല്ല, അത് അച്ഛന്റെ കയ്യിലാണെന്നാ അച്ഛൻ പറഞ്ഞത്. നോക്കൂ, സത്യം ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ തരാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കത് ആവശ്യമില്ലാത്തോണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചില്ല. വേണേ ഞാൻ അച്ഛനെ വിളിച്ച് വാങ്ങി നരേന്ദ്രേട്ടനെ ഏൽപ്പിക്കാം. നോക്ക്, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. നീ ഈ പറയുന്നൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അതും എനിക്ക് ഒരു ഗുണമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച്. നരേന്ദ്രേട്ടൻ തന്നെ പറ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ആ മണിമാല വാങ്ങി എന്നെ ഏൽപ്പിക്കണം. എന്താ പറ്റുമോ? പറ്റും. പക്ഷെ മണിമാല കിട്ടിക്കഴിഞ്ഞാൽ എന്നെയും എന്റെ കുടുംബത്തെയും പിന്നെ ഉപദ്രവിക്കരുത്. ഇല്ല. എന്ന് നടക്കും ഇതൊക്കെ? അച്ഛനിപ്പോ എവിടെയാന്ന് എനിക്കറിയില്ല. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എപ്പോ സംസാരിക്കാൻ പറ്റുന്നോ അപ്പൊ തന്നെ ഞാനത് വാങ്ങി തന്നേക്കാം. ശരി, 7 ദിവസത്തെ സമയം നീ എടുത്തു. ഇന്നേക്ക് 7ന്റെ അന്ന് മണിമാല എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അതിന് വല്ലോ മാറ്റം വന്ന നിന്നെ ഞാൻ കൊല്ലും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. 7ന്റെ അന്ന് മണിമാല ഞാൻ കൈ കൊണ്ടുവന്ന് തരും, ഉറപ്പ്. ഈ ഉറപ്പിന്മേൽ ചതി വല്ലതും കാണിച്ച ബാക്കി അപ്പോ. നിന്റെ ഫോണിൽ ലോക്ക് മാറ്റിയതാ.